നമസ്കാരം. ജാർഖണ്ഡ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേക വാർത്തകൾ കാണാം. കേരളത്തിന്റെ മഹാപർവമായ ഓണത്തിന്റെ തയ്യാറെടുപ്പുകൾ ജംഷഡ്പൂരിൽ തകൃതിയായി നടക്കുകയാണ്. കേരള സമാജം കമ്മിറ്റി ജംഷഡ്പൂരിന്റെ നേതൃത്വത്തിൽ ഓണം ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഓണാഘോഷത്തിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകി. കൂടാതെ ജംഷഡ്പൂരിൽ താമസിക്കുന്ന എല്ലാ കേരളീയർക്കും ഓണം പർവ്വത്തിന്റെ ഹാർദവമായ ആശംസകളും നേർച്ചകളും അറിയിക്കുകയും ചെയ്തു. ഓണാഘോഷത്തിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള ഈ പ്രത്യേക റിപ്പോർട്ട് നമുക്ക് കാണാം. ഞാൻ മുരളീധരൻ, സമാജത്തിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ജംഷഡ് മലയാളികളെല്ലാവരും ഓണം ഈ വരുന്ന 26-ാം തീയതി ബുധനാഴ്ചയാണെങ്കിലും ഓണത്തിന് ശേഷമുള്ള അടുത്ത സൺഡേയാണ് നമ്മൾ ഒന്നിച്ച് അവധി ദിവസം നോക്കി ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. ആ ദിവസത്തിൽ കേരളത്തിലേതുപോലെ എല്ലാ പൂക്കള മത്സരങ്ങൾ, അതോടൊപ്പം നമ്മൾ എല്ലാവരും കേരള ട്രഡീഷണൽ വേഷത്തിൽ വരും. അതിനുശേഷം പുലിക്കളി തുടങ്ങി പല എൻ്റർടൈൻമെൻറ്റുകളുണ്ടാവും. തുടർന്ന് ഏകദേശം 1000-ഓളം പേർക്ക് കേരള സ്റ്റൈലിൽ ആഹാരത്തിനുള്ളതായ ഏർപ്പാട് ചെയ്യുന്നതാണ്. ആ ഏർപ്പാടിൽ ഏകദേശം 23ഓളം ഐറ്റം ഡിഷസ് ഉണ്ടാവും. അതായത് അവിയൽ, തോരൻ, ചോറ്, സാമ്പാർ, കാളൻ, പായസം തുടങ്ങി 23ഓളം ഐറ്റത്തോടുള്ള ഒരു സദ്യ ഉണ്ടായിരിക്കും. ഏകദേശം ഞങ്ങൾ 1000 പേരെയാണ് ഞങ്ങളതിൽ പ്രതീക്ഷിക്കുന്നത്. അത് ഈ കേരള സമാജം ഇവിടെ തുടങ്ങിയത് 1939 സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം ചില കോവിഡ് സമയത്തല്ലാതെ ബാക്കി എല്ലാ വർഷവും മലയാളികൾ പരമ്പരാഗതമായി ഈ ആഘോഷം ഇവിടെ നടത്തുന്നത്. അത് തന്നെ ചെയ്തുകൊണ്ടുവരുന്നു. പൂക്കള മത്സരത്തിനെ കുറിച്ച് പറഞ്ഞു. മെമ്പർമാർക്കായി ഒരു മെമ്പർമാരുടെ ഇടയിൽ നിന്ന് പൂക്കള മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും, ഒപ്പം കേരള സമാജത്തിൻ്റെ വക വലിയൊരു പൂക്കളം തയ്യാറാക്കുന്നതായിരിക്കും. അത് നല്ലൊരു പങ്കാളിത്തമാണ് മലയാളികളുടെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഓണത്തിൻ്റെ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നത് മഹാബലി ചക്രവർത്തിയുടെ വരവാണ്. അതായത് ഇന്നും മഹാബലിയുടെ ഓർമ്മയ്ക്ക്, അതായത് കേരളം ഭരിച്ചിരുന്നതായ പഴയ രാജാവായ മഹാബലി സ്വന്തം പ്രജകളെ കാണുന്നതിന് വർഷത്തിലൊരിക്കൽ വരുന്ന ദിവസമാണ് ഓണം. അദ്ദേഹത്തിനെ 10 ദിവസമായിട്ട് പൂക്കളം ഇട്ടുകൊണ്ട് 10 ഡേയ്സിൻ്റെ പൂക്കളം സജ്ജീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവിന് ഞങ്ങൾ മലയാളികൾ കാത്തിരിക്കും. 10ാം ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത്. അന്നാണ് മഹാബലി തമ്പുരാൻ്റെ വരവ്. ആ മഹാബലി തമ്പുരാൻ്റെ വരവോടുകൂടി പലവിധ കലാപരിപാടികളും ഞങ്ങൾ നടത്തുന്നതുമായിരിക്കും. ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. താങ്ക് യു. मैं केरला समाजम महामंत्री सुनील कुमार बोल रहे हैं. एक्चुअली केरला में नया साल का शुरुआत होता है, चिंगमासम बोलता है, मीन्स मलयालम में. वो महीना में केरला का नया साल शुरुआत होता है. वो महीना में आता है ओणम. ओणम में एक्चुअली महाबली बोलता है, पुराना जमाना में वहाँ एक तो राजा था, उसका टाइम में कोई माने एक ही जैसा है, कोई डिफरेंस नहीं रहता था, गरीबी है अमीर कैसा रहता नहीं. उसका रिसेंबल करने के लिए आगे आके अभी ओणम का जो फेस्टिवल करता है, उसमें चिंगमासम में एक्चुअली केरला में 10 दिन का पूरा एंटरटेनमेंट होता है. उसमें फ्लावर डेकोरेशन 10 दिन करता है और खाना पीना में भी 10 दिन करता है. तो उसी का एक तो हम लोग इधर में जो केरला से बाहर आया, हर जगह में जो मलयाली लोग जो रहता है वो माने ओणम का दिन में इधर भी वही केरला का एक तो माने मिनी केरला ग्रुप में ही देखेगा. लेडीज सब वही ट्रेडिशनल ड्रेस में ही आएगा, फिर पूकलम होगा और उसको ओणम का वो जो है उसका जो महाबली को रिप्रेजेंट करके महाबली का आगमन करता है. और पुलिकली बोल के है जो इसमें केरला का एक तो ये है, उसी में पुलिकली भी होता है. फिर इसका अलावा सबसे माने बच्चा लोग का गेम सब करता है, माने तिरुवादिरा, वो सब केरला को जो इधर माने पूरा करने का हम लोग कोशिश करता है. नाव भी बनाएगा, जो कटआउट डिजाइन सब कथकली सबका बनाएगा. माने ऊपर में हम लोग का जो दिया बोलता है 21-23 तो व्यंजन का ये होता है, और चावल और उसका परिपू सांबार ऐसे करके केरला का आइटम्स का और से है. अब सब केरला का जमशेदपुर और जमशेदपुर वासियों को
ओणम का शुभांशम ले रहे हैं। वासियों को मेरा नमस्कार। मैं केरला समाज 26 तारीख को हमारे जो ओणम है केरल में 26 तारीख को ओणम पर्व बना रहे हैं। हम लोग जो है यहाँ का सब तो टाटा स्टील का ही वर्कर लोग, तो इसीलिए संडे का दिन हम लोग जो है ओणम पर्व यहाँ बना रहे हैं। उसमें बहुत सी चीज प्रोग्राम है, पुलिकली है, जो केरला में जो नाव तैरना जो छोड़ के बाकी सब यहाँ हम लोग अरेंज किया है। रंगोली है, बहुत बड़ा रंगोली है, कंपटीशन है, रंगोली का कंपटीशन भी है। कोई गेस्ट बुलाते थे, लेकिन गेस्ट को बुलाने से हम लोग को बहुत प्रॉब्लम हो जाता था, उसका टाइम निकालना हम लोग को यहाँ पर जो तैयारी बड़ी जोर जोर से है, लेकिन पहले बुलाते थे। मेरा नाम शंभू है। हमारे मेंबर्स और जो भी मलयाली कम्युनिटी के हैं, इन लोग सब मिलके करीबन 1000 लोग हम लोग एक्सपेक्ट कर रहे हैं कि उस दिन यहाँ पे आएंगे। उन लोग सबके लिए सारा तैयारी यहाँ किया गया है। पेत्ता में खिलाएंगे, सारा ट्रेडिशनल वे में, जिसमें और टेस्ट भी उसी हिसाब से बनेगा। तो 23 अलग तरीका के अगर ये होंगे तो आप समझ सकते हैं, उसमें सब टाइप का झाल का रहेगा, खट्टापन रहेगा, मीठा रहेगा, सब रहेगा। जी जी, पूरा कमिटी लगा हुआ है। हम लोग केरला से भी काफी सारे खाने का ये लेके आए हैं, जो भी स्नैक्स हैं। जी जी जी, मेरा नाम विनोद मेनन है, मैं असिस्टेंट ट्रेजरर हूँ। എൻ്റെ പേര് ടി രാജുവാണ്. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഓണം എന്നത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഘോഷമാണ്. അത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത്. മഹാബലി തമ്പുരാൻ്റെ വരവിനെ ഉദ്ദേശിച്ചാണ് ഈ ഓണം. അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം ആ രാജാവിന് അദ്ദേഹത്തിൻ്റെ പ്രജകളെ കാണണമെന്ന് ഒരു ആഗ്രഹം, മീൻസ് പാതാളത്തിലേക്ക് പോകുന്ന സമയത്ത് വർഷത്തിൽ ഒരിക്കൽ തിരുവോണ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രജകളെ കാണണമെന്ന് ഉള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കായിട്ടാണ് തിരുവോണ ദിവസം, ചിങ്ങമാസത്തിലെ തിരുവോണം ദിവസം ഓണം ആഘോഷിക്കുന്നത്. അവർക്കും ഒരു ധനം നേരുന്നു. एग्जीक्यूटिव कमेटी मेंबर केरला समाजम। हर साल की तरह इस साल भी हम केरला समाजम में जो ओणम मना रहे हैं, सिर्फ ये सोचिए कि मिनी केरला जो बोलते हैं, तो केरला से बाहर जो रहने वाले लोग हैं उनसे कोई हटके नहीं है। बस यही है कि वहाँ 10 दिन मनाते हैं और यहाँ हम लोग आखिरी दिन मनाते हैं। वही दिन हमारे लिए मेन होता है, और केरल में भी आखिरी दिन मेन होता है। बिल्कुल उस दिन पूरा डेकोरेशन होगा समाजम में, पूरा एकदम लोग सुबह से ही रहेंगे। एक दिन पहले से ही हमारे यहाँ उसकी तैयारियां होती है, परसों आएंगे, तक आएंगे। കേരള സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഇവിടെ ഞങ്ങൾ ഏതാണ്ടോ 1000-ൽ പരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഓണസദ്യ ഒരുക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ രാവിലെ മുതൽ പ്രോഗ്രാമുകൾ തുടങ്ങും. അതിനകത്ത് പുലിക്കളി, വഞ്ചിപ്പാട്ട്, തിരുവാതിര, ഡാൻസ്, മോഹിനിയാട്ടം, ഇങ്ങനെയുള്ള പല വെറൈറ്റി പ്രോഗ്രാമുകളും ഉണ്ട്. ഖാന 23 ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് പാലട ഉണ്ടായിരിക്കും. അത് രാത്രിയിൽ ഞങ്ങൾ തുടങ്ങും. രാത്രി തുടങ്ങിയിട്ട് രാവിലെ ഏതാണ്ട് ഓണാശംസകൾ. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ.